ടു സൈലം, ഇറ്റ്സ് മീ വിജയാർ. ഞാൻ ഓടി വരുമായിരുന്നു. നിങ്ങളുടെ പരീക്ഷ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ USSലെ മാത്തമാറ്റിക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. അപ്പൊ എന്റെ എല്ലാ പൊന്നുമക്കളോടും ആദ്യം തന്നെ ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആ പരീക്ഷ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഏതാണ് ആ ചോദ്യം? നിങ്ങളുടെ പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ച ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം. 3x എന്ന് പറഞ്ഞാൽ 729 ആണെങ്കിൽ 3x+1 എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഉടായ്പ, ഒരു എളുപ്പവഴിയുണ്ട് കുഞ്ഞോനെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 3x കണ്ടാൽ 729 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരുപാട് വഴിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഞാൻ ഏറ്റവും എളുപ്പവഴി ഞാൻ അവസാനം പറഞ്ഞുതരാം. അതെന്താണ് ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോ. അതാ 3x+1 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3x+1. ഇതിന് റൂളുണ്ട്. എന്താ റൂളെന്ന് ചോദിച്ചാല് ഇതിനങ്ങോട്ട് മുറിച്ചേക്കുക. എങ്ങനെ മുറിക്കാൻ ചോദിക്കുക? അതാ 3x ഒരു മുറി ആയിട്ട് എടുക്കാം. അപ്പൊ 3x ഒരു മുറി. അതുപോലെ തന്നെ 3x+1 3x1 എന്ത് ചെയ്യുക? ഒരു മുറി. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ ചിഹ്നം ഇൻറ്റു ആണ് ഇടേണ്ടത്. ഇതെന്താണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും പണ്ടൊരു ഒരു റൂൾ ഉണ്ട്. x⁻m × x⁻n = x⁻m+n. ഈ ഒരു റൂളിന്റെ പുറത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് റൂള് പഠിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. എന്റെ പൊന്നു മക്കൾ എത്ര മാത്രം ശ്രദ്ധിച്ചിരിക്കേ. ഇതാ കണ്ട കുഞ്ഞോനെ, 3x ഓന തേച്ചു, ഓന ചാമ്പി. ഓക്കെ, അതുപോലെ തന്നെ നോക്കൂ കുഞ്ഞോനെ, 3നെ അടുത്തത് 3x1. അപ്പം രണ്ടെണ്ണം ഇവിടെ പ്ലസ് കണ്ടാല് അട് മുറിച്ചേക്കുക. മുറിക്കുമ്പോൾ എന്ത് ചെയ്യണം? നടുക്ക് അവിടെ ഇൻറ്റു ഇട്ടേക്കുക. എന്നാലേ x+1 എന്നുള്ള രീതിയിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എന്താ, ഇനി സിമ്പിളാ. ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 3x എത്രയാ? 729 ആണ്. 3x എന്ന് പറഞ്ഞാൽ 729 ആണ്. ആ 3x പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? 729 കൊടുക്കുക. അതാ ഏതിന് പകരം? ഈ 720 ഈ 3x പകരം കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞൂടെ ആൻസർ കഴിഞ്ഞു. 729 × 3 ചെയ്താൽ മതി. അപ്പുറത്ത് 3x1 എന്ന് പറഞ്ഞാൽ 729 × 3 ചെയ്താൽ മതി. 729 × 3 എത്രയായിരിക്കും? വേണമെങ്കിൽ ഒന്ന് ഗുണിച്ചു നോക്കാം മക്കളെ. 2187 ആയിരിക്കും. ഒന്ന് ഗുണിച്ചു നോക്കാം. ഓക്കെ, 3 7 അല്ലെ, 9 3 27, 2 3 6. ഓക്കെ, 2 3 6 2 8 7 3 21 2187. നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്. 2187 ആണ്. സിമ്പിൾ സാധനമാണ്. ഈ ഒരു സാധനം എങ്ങനെ മുറിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ എങ്ങനെ മുറിക്കണം? ഇൻറ്റു. ഓക്കെ, നമുക്ക് ഇതാണ് അതിന്റെ ക്വസ്റ്റ്യന്റെ ഉത്തരം. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. ആ ഒരു ചോദ്യം കാണിച്ചുതരാം. ഈ ഒരു സാധനം നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് തരില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ 1 വന്നാൽ നിങ്ങൾ ഇവിടെ 1 വരും. എടാ മോനെ, ഇവിടെ സെയിം വന്നു. സെയിം ആയ നമ്പർ വന്നാൽ ആ സെയിം എഴുതിയതിനു ശേഷം ഈ 5ഉം ഈ 1 കുറയ്ക്കുക. 5ൽ നിന്ന് 1 മുകളിലേക്ക് കുറയ്ക്കുക. അപ്പൊ 3x4 ആയിരിക്കും ആൻസർ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇത് പഠിപ്പിക്കാനല്ല ഞാനിത് പഠിപ്പിക്കുന്നത്, ഇത് ചെയ്യാനാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിക്കുകയും, നേരത്തെ ടൈപ്പ് ഓഫ് സാധനത്തിന്റെ നേരെ എതിരാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന സാധനം ഇവിടെ പ്ലസ് ആയിരുന്നു. പ്ലസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 3x × 3x2 ആണെങ്കിൽ 2 എഴുതണം എന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കൂ കുഞ്ഞോനെ, 3x-2 ആണ്. 3x-2 എന്ന് കാണുമ്പോ ഇവിടുത്തെ ചിഹ്നം പ്ലസ് അല്ല, മൈനസ് ആണ്. അവിടെ മൈനസ് വന്നാൽ കുഞ്ഞോനെ, അവിടെ മൈനസ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയും? ഓൾറെഡി അവിടെ മൈനസ് വന്നാൽ ഓനെ മുറിക്കണം. മുറിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? 3x. അതാണ് ആദ്യത്തെ ചങ്ങായി 3x. ഓക്കെ, അടുത്ത മുറി വരുമ്പം ഇവിടെ മൈനസ് ആണെങ്കിൽ ഡിവൈഡഡ് ആണ് ഇതുണ്ട്. അത് നല്ലൊരു ഐഡിയ അല്ലേ? നോക്ക് മക്കളെ, മൈനസ് ആണെങ്കിൽ ഇവിടെ ഒരു വരട. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാ? 3x2. രണ്ടാമത് എന്ത് ചെയ്യണം? 3x2 കൊടുക്കുക. ഒന്നുമില്ല, 2 മുറി വരുമ്പോ ഇവിടെ മൈനസ് ആണെങ്കിൽ ബൈ ഇടണം. ഇത് ഏത് റൂളാ? ഈ റൂളാണ് സാധനം. അതായത് x⁻m / x⁻n = x⁻m-. ഈ ഒരു റൂളാണത്. നിങ്ങൾ റൂള് പഠിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഇനി എന്താ ചെയ്താൽ മതി? 3x-2 ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3x എഴുതിയതിനു ശേഷം
മൈനസ് ചോദിച്ചാൽ അവിടെ ഡിവൈഡർ ബൈ ഇടാം. ഓക്കെ, അപ്പൊ 3 എത്ര ഉണ്ടല്ലോടാ? 3 എന്ന് പറഞ്ഞാൽ 243 ദേ 3 243 പകരം ഈ 3 പകരം 243 3 സ്ക്വയർ എത്രയാടാ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ് കേട്ടോ, 9. എത്രയാ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? അപ്പൊ 243/9 എന്ന് പറയുമ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 27 ആയിരിക്കും. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഡിവൈഡർ ബൈ 9, 2 9 18 63 7 സെറ്റ്. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 27. ഒന്നുമില്ല, മുകളിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആകുമ്പോ എന്ത് ചെയ്യണം? എന്താ സെറ്റല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കിടുക്കാച്ചി സാധനം. നേരത്തെ 2 സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്നതിന് ഒരു ചോദ്യം കൂടെ തരാം. ഈ ചോദ്യം സ്വന്തം ചെയ്ത് നോക്കി. സിമ്പിൾ ആണ്. നേരത്തെ മാതിരി തന്നെ ഇപ്പൊ പഠിച്ച മാതിരി തന്നെ 3x-1 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കുഞ്ഞോനെ ഇനി എന്താ ചെയ്യേണ്ടത്? 3x ഉത്തരം പിടിച്ചോ. 3x ദേ ഇവിടെ മൈനസ് ആണ്, അപ്പൊ ഡിവൈഡഡ് ബൈ 2. ദേ അടുത്തത് ആരെ എഴുതണം? കണ്ട 3x1 ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ 1 ആണ്, 1 എഴുതണം. അപ്പൊ 3x എന്ന് പറഞ്ഞ ചോദ്യം തന്നിട്ടുണ്ട്. എത്രയാണ്? 3x 243 ആണ്. അപ്പൊ ഈ 3x പകരം നിങ്ങൾ എത്ര കൊടുക്കണം? ഈ 243 കൊടുക്കണം. അപ്പൊ 243. ഒന്നുമില്ല കുഞ്ഞോനെ, നോക്ക് കാണാം. അപ്പൊ 243 താഴത്ത് 3x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടാം? 243 ഡിവൈഡഡ് ബൈ 3. അപ്പോ 8 3 24 0 3 3 0. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി കിടിലം. ഏതാ ആൻസർ? 81. ഇത്ര പണിയുള്ളൂ. അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചെയ്തുതരാം. അപ്പൊ നിങ്ങൾ വേറെ ലെവലാവും. ഈ സാധനങ്ങൾ സ്വന്തം ചെയ്യണം. ചെയ്തോക്കാം, നമുക്ക് ചെയ്തോക്കാം. സിമ്പിൾ സാധനമാണ്. 2x+1 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അല്ല, ഇത് കുറച്ച് ഹയർ ലെവൽ സാധനമാണേ. ഇവിടെ ഓല് തന്നതെന്താ? 2x+1 എന്ന് പറഞ്ഞിട്ട് 1024 തന്നു. എന്നിട്ട് അവർ ചോദിച്ചത് എന്താ? 2x-1 ആണ് ചോദിച്ചത്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കണോ? ഇതെങ്ങനെയാ ഇങ്ങനെ വന്ന്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി നടുക്ക് പ്ലസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുറിക്കുമ്പം 2x × 2x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1024. നേരത്തെ ഒരു കുറച്ച് വ്യത്യാസമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഡിവൈഡർ ഇൻറ്റു 2 ഇങ്ങോട്ട് പറഞ്ഞേക്കാം. 2x1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പൊ ഇൻറ്റു 2 അവിടേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആകും കേട്ടോ. അപ്പൊ എങ്ങനെ വരിക? 2x എന്ന് പറഞ്ഞാല് 1024. ഇതാ ഇവനിതാ ഇവിടേക്ക് പോയി. അപ്പൊ 1024/2 വരും. 1024/2 എന്ന് പറഞ്ഞാൽ 512 അല്ലേ? അപ്പൊ ഇത് അവിടെ വെക്കുക. ഈ 512 അവിടെ വെച്ചോ. ഓക്കെ, നേരത്തെ ചോദ്യത്തിൽ നമുക്ക് 3x അത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 3x ഇതാ നേരത്തെ ചോദ്യത്തിൽ ഇത് തന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ ചോദ്യത്തിൽ അത് തരാത്തോണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ആ സാധനം 2x കണ്ടുപിടിച്ചു. ഞാൻ ഇപ്പൊ എന്താ കുഞ്ഞോനെ ചെയ്ത്? ഈ ചെങ്ങായി തന്നു ഇത്. അപ്പൊ നമ്മൾ 2x+1 1024 ആണ്. ഈ 2x ഒരുത്തനെ എഴുതി. 2x1 അടുത്തോനെ എഴുതി. ഈ 2x1 എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ച അപ്പുറത്തിട്ട് ബൈ 2 ആയി. ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും കേട്ടോ. ഓക്കെ, ബൈ 2 ആയി. അപ്പൊ 512 കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചത് 2x അല്ല ചോദിച്ചത്. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ നോക്ക്? 2x+1 ആണ് നമ്മളോട് ചോദിച്ചത്. x+1 അല്ല, 2x-1 ആണ്. ഇവിടെ മൈനസ് ആണ്. മൈനസ് കണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 2x ചെയ്യുന്നു, 2x. അടുത്തത് നിങ്ങൾ 2 മൈനസ് കണ്ടാൽ ഡിവൈഡഡ് ബൈ ഇടണം. നേരത്തെ ഞാൻ അതാ പറഞ്ഞു. നോക്കൂ ഞാൻ ഏതാ കണ്ടാ. അപ്പൊ മൈനസ് വന്നു, അതുകൊണ്ട് 2x1 സെറ്റ് അല്ലേ? ഓക്കെ, അതുകൊണ്ട് ഡിവൈഡ് ബൈ 2x1. അപ്പൊ 2x ഇപ്പൊ നമുക്ക് കിട്ടി. എത്രയാണ്? 512 ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ആ 2x 512 ഇവിടെ കൊടുക്കാം. അപ്പൊ 2x പകരം ഇപ്പൊ കൊടുക്ക്. എക്സിന് പകരം കൊടുക്കുക. 512/2x1 എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് അറിയില്ലടോ? 2 തന്നെയാണ്. അപ്പൊ 512ന്റെ പകുതി അല്ലെങ്കിൽ ബൈ 2 256 ആണ് നമ്മുടെ ഉത്തരം. ഇത് നല്ലൊരു ചോദ്യമാണ്. ഒന്നുകൂടെ കാണാ, അടിപൊളിയായിട്ട് കാണാ. ഈ ഒരു നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ പഠിക്കണം. എന്നാലും നമുക്ക് USS എന്ന് പറഞ്ഞ ഒരു കടമ്പ നമുക്ക് കടക്കാൻ പറ്റൂ. അപ്പൊ അടിപൊളിയായിട്ട് നാളെ പരീക്ഷ എഴുതണം മക്കളെ.
ഒരു കാര്യം നിർത്തല്ലേ പോലെ പരീക്ഷ കഴിഞ്ഞിട്ട് സാറോട് നേരിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമുള്ളവര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ, ഇതാണ് എൻ്റെ ID. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, താഴെ കമന്റ് സെക്ഷനിൽ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് കമന്റ് സെക്ഷനിലും അറിയിക്കണം. നേരിട്ട് ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കും. അപ്പൊ ഈ ഒരു ഐഡിയിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ എക്സാം എങ്ങനെ ആയിരുന്നു, നമ്മുടെ മുഴുവൻ ലൈവ് ക്ലാസ്സുകൾ കാണണം. എല്ലാ ലൈവ് ക്ലാസ്സുകളും കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ കണ്ടന്റ് വീഡിയോസും അതിലൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സാറോട് ഞാൻ നേരത്തെ കാണിച്ചു, ഈ ഒരു ഐഡിയിൽ നിങ്ങൾ വൈശാഖ് JR എന്ന് പറഞ്ഞ ഐഡിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് സാറിനോട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ. ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്റെ എല്ലാ ചെങ്കിന്റെ ചെങ്കായ കരളിന്റെ കരളായ മക്കൾക്കും വലിയൊരു എന്താ ഞാൻ പറയാ, ഓൾ ദ ബെസ്റ്റ്. അപ്പോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, പറയാൻ മറക്കല്ലേ, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.